ആ ദൃശ്യങ്ങൾ കാണാൻ മടിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയ എന്ന് പരതിയാൽ കാണാം. ഓരോ വിദ്യാർത്ഥിയും ഭാവിയിൽ പ്രതീക്ഷ വെക്കുന്ന ഓരോ മനുഷ്യരും ആ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാണേണ്ടവർ കാണുമെന്ന് ഉറപ്പില്ല, പക്ഷേ ആ പോരാട്ടത്തിന് വർദ്ധിത വീര്യം കൈവരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യ തലസ്ഥാനത്തുള്ള CJP സമരം അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. ദില്ലി പോലീസിന്റെ നിയന്ത്രണം മറികടന്നും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് സമര കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി നിരവധി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തകരും ജന്തർ മന്ദറിലേക്ക് എത്തുന്നുണ്ട്. നാളെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് CJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടെ CJP വീണ്ടും കേന്ദ്രം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. എവിടെ ചർച്ച വേണമെന്ന് സമരക്കാർക്ക് തീരുമാനിക്കാമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറയുന്നു. അതിൽ പാലോടാണ് ചേരുന്നത്. അതിൽ ഉപാധികളോടെ ചർച്ച എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ സമരക്കാർ പറയുന്നിടത്ത് ചർച്ച എന്ന നിലയ്ക്ക് വഴങ്ങേണ്ടി വരികയാണ് കേന്ദ്ര സർക്കാരിന്. തെല്ലൊന്നുമല്ല ഈ പാറ്റ വിപ്ലവം കേന്ദ്രത്തെ പിടിച്ചു കുലുക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. CJPയുടെ തുടർ നീക്കങ്ങൾ എന്താണ്? കേന്ദ്രത്തിന്റെ അനുനയ ശ്രമങ്ങൾ ഏതു തരത്തിലാണ്? ഇപ്പോൾ ജിതേന്ദ്ര സിംഗ്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ്. ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. 24 മണിക്കൂറിന്റെ 4 തവണയാണ് സമരക്കാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് സമീപിച്ചിട്ടുള്ളത്. ഇതിൽ 2 സ്ഥലങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നിൽ വെച്ചിരിക്കുന്നത്. JP നദ്ദയുടെ വസതി അല്ലെങ്കിൽ JP നദ്ദയുടെ ഓഫീസ്. ഇതിലേതെങ്കിലും ഒന്ന് സമരക്കാർക്ക് തീരുമാനിക്കാം എന്നാണ് നിലവിൽ ജിതേന്ദ്ര സിംഗ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ജന്തർ മന്ദറോ അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള മറ്റേതെങ്കിലും പൊതുവായ നിഷ്പക്ഷ വേദിയോ ചർച്ചയ്ക്കായി തിരഞ്ഞെടുക്കണം എന്ന് സമരക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ആ ഒരു ആവശ്യത്തിലേക്ക് ഇപ്പോഴും കേന്ദ്ര സർക്കാർ എത്തിയിട്ടില്ല. അതാണ് ഈ ചർച്ച ഈ രൂപത്തിൽ ഇങ്ങനെ വൈകുന്നത്. അതിവേഗം ഒരു ചർച്ച സാധ്യമാക്കി പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ, സമവായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ തേടുന്നുണ്ട്. അതിനിടെ നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജില്ലാ അടിസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ, അനുഭാവികൾ അവരെയൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു പ്രതിഷേധം എല്ലാ ജില്ലകളിലും ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശവും ആഹ്വാനവുമാണ് CJP നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കാൻ ഒരുങ്ങുന്നു. അതിനിടെ സമവായ നീക്കങ്ങളും സജീവമാവുകയാണ്. വിനീത, ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും നാളെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് CJP ആഹ്വാനം ചെയ്തിരിക്കുന്നു. കേന്ദ്രം പലതരത്തിൽ അനുനയത്തിന് ശ്രമിക്കുന്നുമുണ്ട്.